പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ പാർട്ട് 3 ആണ്, മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ 2 വീഡിയോസിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ഇക്വേഷൻസിൻ്റെ ഫോമിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ തെളിയിക്കാം, അതായിരുന്നു ഫസ്റ്റ് വീഡിയോ. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് നമുക്ക് പ്രൂവ് ചെയ്യാൻ തരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഇക്വേഷൻസ് അല്ല, ഇനീക്വേഷൻസ് ആണ്, അല്ലെങ്കിൽ ഇനീക്വാളിറ്റീസ് ആണ്. എന്താ ഇനീക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ ഇൻഡക്ഷൻ മെത്തേഡിൽ തെളിയിക്കാം അതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇനി മൂന്നാമത് വേറൊരു ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ന് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് തെളിയിക്കാം. അപ്പൊ നേരത്തെ കണ്ട 2 ഫോമും അല്ല, മൂന്നാമത് വേറൊരു പാറ്റേണിലാണ് ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ്സ് തരുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഓക്കെ, സോ ലെറ്റ് us move to the first question. For every positive integer n, prove that 7 raised to n minus 3 raised to n is divisible by 4. So this is our statement. നമുക്ക് തെളിയിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ഇതാണ്. 7 raised to n minus 3 raised to n is divisible by 4 എന്ന് നമുക്ക് തെളിയിക്കണം. So what is our statement? നമുക്ക് അതിനൊരു പേര് കൊടുക്കണമല്ലോ, പി ഓഫ് എന്ന് കൊടുക്കണമല്ലോ. ഇവിടെ പി ഓഫ് എൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താണോ തെളിയിക്കേണ്ടത് അതിന് പി ഓഫ് എൻ എന്ന് പേര് കൊടുത്തു. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ അടുത്ത റിസൾട്ട് എന്താണ്? നമുക്ക് പി ഓഫ് 1 തെളിയിക്കണം, അല്ലെ? സോ ലെറ്റ് us write what is our p of 1. എങ്ങനെയാ p of 1 കിട്ടുക? n-ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. p of n-ല് n-ന് 1 കൊടുക്കുക. അപ്പൊ ഇവിടെ നോക്കൂ, 7 raised to 1 n-ന് പകരം 1 minus 3 raised to 1 is divisible by 4. ഇതാണ് p of 1 എന്ന സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് ഇത് ശരിയാണെന്ന് പറയാൻ പറ്റണം. ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഈ നമ്പർ എത്രയാന്ന് അറിഞ്ഞാൽ മതി. ഈ നമ്പർ എത്രയാന്ന് പറഞ്ഞാൽ പി ഓഫ് 1 ശരിയാണോ തെറ്റാണോ നമുക്ക് മനസ്സിലാവും, അല്ലെ? അപ്പൊ നമുക്ക് ആ നമ്പർ മാത്രം വേണമെങ്കിലും താഴേക്ക് എടുത്തെഴുതാം. 7 raised to 1 minus 3 raised to 1. What is that? 7 minus 3 ആണ്. നമുക്കറിയാം 7 minus 3 എത്രയാണ്? 4 ആണ്. ക്ലിയർലി 4-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 4 ആൻസർ കിട്ടി, ഡിവിസിബിൾ ബൈ 4. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. Therefore we can say that p of 1 is true. അപ്പൊ ആദ്യത്തെ ഭാഗം നമ്മൾ ചെയ്തു. Now what is the next step? അടുത്ത നമുക്കറിയാം ഇൻഡക്ഷൻ മെത്തേഡിൽ അസംപ്ഷൻ ആണ്, അല്ലെ? So let p of k be true. p of k ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി ഓഫ് കെ എന്താണെന്ന് എഴുതി വെച്ചാൽ മാത്രമേ ആ റിസൾട്ട് പി ഓഫ് കെ പ്ലസ് 1 തെളിയിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് എഴുതാം, എന്താണ് ഇവിടെ പി ഓഫ് കെ വരിക? പി ഓഫ് കെ കിട്ടാൻ പി ഓഫ് എന്നിലെ എന്നിന്റെ സ്ഥാനത്ത് കെ കൊടുക്കണം. സോ വാട്ട് ഈസ് ദ റിസൾട്ട്? 7 raised to k minus 3 raised to k is divisible by 4. ഇത് ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പൊ ഒന്നും കൂടെ നോക്കുക, നമ്മൾ അസ്യൂം ചെയ്തത് ഈ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കൂ, എപ്പോഴാണ് ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? ഈ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ ഉറപ്പാണ് ഈ നമ്പർ 4-ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, അല്ലെ? അപ്പൊ നമ്മൾ അസ്യൂം ചെയ്തത് ഈ നമ്പർ ഡിവിസിബിൾ ബൈ 4 ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറിന്റെ പാറ്റേൺ എന്തായിരിക്കും? 7 raised to k minus 3 raised to k എന്ന് പറയുന്നത് 4-ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പൊ എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ നമ്പർ എത്രയാണെന്ന് അറിഞ്ഞാലേ നമുക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ അസ്യൂം ചെയ്തതാണ്. അപ്പൊ കേക്ക് അനുസരിച്ചാണ് ആ നമ്പർ വരിക നമുക്കറിയാം, അല്ലെ? അപ്പൊ ഇത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് 4-ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞു. നമുക്ക് ആ 4-ന്റെ മൾട്ടിപ്പിളെ തൽക്കാലം 4p എന്ന് അസ്യൂം ചെയ്യാം. For some p belongs to n. ഏതോ ഒരു നാച്ചുറൽ നമ്പറിന് ആ നാച്ചുറൽ നമ്പറും 4ഉം കൂടെ ഗുണിച്ചാൽ കിട്ടുന്നതാണ് ഈ നമ്പർ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അസ്യൂം ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മൾ പി കെ ശരിയാണെന്ന് അസ്യൂം ചെയ്തു എന്ന് പറഞ്ഞാൽ
7 raised to k minus 3 raised to k 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെന്നാണ് അർത്ഥം. അങ്ങനെ ഈ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ഈ എഴുതിയതിന്റെ അർത്ഥം. ഓക്കെ, ഈ റിസൾട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പി ഓഫ് കെ പ്ലസ് 1 തെളിയിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം എന്ത് ചെയ്യണം. പി ഓഫ് കെ പ്ലസ് 1 തെളിയിക്കാം അല്ലെ. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വി ഹാവ് ടു പ്രൂവ് പി ഓഫ് കെ പ്ലസ് 1. ഇനി ഇങ്ങനെ എഴുതുന്നതിന്റെ കൂടെ എന്താണ് നമുക്ക് തെളിയിക്കേണ്ടത് എന്ന് കൂടി ഇവിടെ എഴുതി വെക്കണം അല്ലെ. എന്താണ് നമുക്ക് തെളിയിക്കേണ്ടത്? 7 raised to k plus 1 minus 3 raised to k plus 1 is divisible by 4 എന്ന് തെളിയിക്കണം. അതായത് ഈ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കണം. അപ്പൊ നോക്കൂ, ഈ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കണമെങ്കിൽ നമുക്ക് എന്ത് തെളിയിച്ചാൽ മതി? ഈ നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ആ നമ്പറിനെ മാത്രം ഇങ്ങ് താഴോട്ട് എടുക്കാം. 7 raised to k plus 1 minus 3 raised to k plus 1 ഇങ്ങോട്ട് എടുത്തു. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് എന്താണ്? പി കെ ആണ്. എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഐഡിയ അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് റേസ് ടു കെ എന്നുള്ള പോലത്തെ ടേംസ് വേണ്ടേ? ഇവിടെ റേസ് ടു കെ പ്ലസ് 1 ആണുള്ളത്. അപ്പൊ ഇതിനെ റേസ് ടു കെ ഉള്ള ഫോമിൽ എഴുതിയാൽ എങ്ങനെ എഴുതാം? 7 raised to k plus 1 can be written as 7 raised to k into 7 raised to 1 മൈനസ് ഇതും അതുപോലെ ചെയ്യാം. 3 raised to k into 3 raised to 1 ആക്കി അല്ലെ. ഇനി നമുക്ക് പി കെ അപ്ലൈ ചെയ്യണം അല്ലെ. പി കെ അപ്ലൈ ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് നോക്കൂ, നമ്മള് പി കെയിൽ നിന്നും ഇങ്ങനെ ഒരു റിസൾട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. ഇതിൽ നിന്നും what is 7 raised to k? ഈ ഇക്വേഷനിൽ നിന്നും minus 3 raised to k അങ്ങോട്ട് കൊടുത്താൽ പോരെ. സോ ഇറ്റ് ഈസ് 4p plus 3 raised to k. ഈ 7 raised to k യുടെ എക്സ്പ്രഷൻ ഇവിടെ നമ്മൾ 7 raised to k ക്ക് പകരം കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്താ കിട്ടാൻ നോക്കാം. 7 raised to k ക്ക് പകരം ഞാൻ 4p plus 3 raised to k എന്ന് എഴുതി. ഇത് എവിടുന്നാ കിട്ടിയത്? പി കെയുടെ അസംഷനിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയ റിസൾട്ട് ആണ് ഇത്. അത് ഇവിടെ കൊടുക്കുക. ഇൻറ്റു 7 raised to 1, അതിനെ 7 എഴുതിയാൽ മതിയല്ലോ. മൈനസ് 3 raised to k ഇൻറ്റു 3. ഇനി ഈ 7നെ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് എടുക്കാം. സോ വി ക്യാൻ റൈറ്റ് 4p into 7 plus 3 raised to k into 7 minus 3 raised to k into 3. ആയില്ലേ? ഇനി നോക്കൂ, 4p into 7 അങ്ങനെ തന്നെ ഈ രണ്ട് ടേം 3 തവണ 3 raised to k അത് നെഗറ്റീവ് ആണ്, പ്ലസ് 7 തവണ 3 raised to k 7 3 raised to k minus 3 3 raised to k എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലെ. ഈ 3 raised to k ക്ക് പകരം x ആണെന്ന് വിചാരിച്ചോളൂ. സോ what will be this term? 7x minus 3x. ഇവിടെ x അല്ല, x ന്റെ സ്ഥാനത്ത് 3 raised to k ആണ്. അപ്പൊ എത്ര 3 raised to k കിട്ടും? 7 3 raised to k യിൽ നിന്നും 3 3 raised to k മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്ലസ് 4 3 raised to k കിട്ടും. സാധാരണ ചേർക്കുന്ന പോലെ ഒരേപോലത്തെ ടേംസ് നമ്മൾ ചേർത്ത് എഴുതി. ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? ഈ രണ്ട് ടേം ആയിട്ട് ചുരുങ്ങി. ഇതൊരു ടേം, അടുത്ത ടേം അല്ലെ. ഈ രണ്ട് ടേമിൽ നമുക്ക് എന്ത് കാണാൻ കോമൺ ആയിട്ട്? 4 ഉണ്ട്. ഇതിൽ നിന്ന് 4 പുറത്തെടുത്താൽ ബാക്കിയുള്ളത് 7p പ്ലസ് ഇതിൽ നിന്ന് 4 എടുത്താൽ ബാക്കിയുള്ളത് 3 raised to k. അപ്പൊ ഏത് ഫോമിൽ വന്നു നോക്കൂ? 4 ഇൻറ്റു ഒരു നമ്പർ എന്നുള്ള ഫോമില്. അതിന്റെ അർത്ഥം എന്താണ്? ഈ നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആണെന്നല്ലേ നമ്മൾ തെളിയിച്ചത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഇസ് ഡിവിസിബിൾ ബൈ 4 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് തെളിയിച്ചു? ഇപ്പോ we have proved that therefore p of k plus 1 is true and therefore p of n is true for all n belongs to n. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യത്തില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഈ ഒരു പാറ്റേൺ നമ്മൾ ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണ് നമുക്ക് 7 raised to k ക്ക് പകരം ഈ എക്സ്പ്രഷൻ കൊടുത്തിട്ട് എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, എവിടെയാണ് ഈ എക്സ്പ്രഷൻ എഴുതിയത്? പി കെ അസ്യൂം ചെയ്തുകൊടുത്താണ് നമ്മൾ ഇങ്ങനൊരു എക്സ്ട്രാ എക്സ്പ്രഷൻ എഴുതി വെച്ചത്. പി കെ എന്തായിരുന്നു?
7 raised to k minus 3 raised to k is divisible by 4 എന്നായിരുന്നു നമ്മുടെ അസംഷൻ. ഈ നമ്പർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ ആ നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പത്തിനാണ് അതിനെ 4p എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ഈ എക്സ്പ്രഷനിൽ നിന്നും അതിലത്തെ ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് 7 raised to k എന്താണെന്നും കൂടെ നമുക്ക് ആദ്യമേ വേണമെങ്കിൽ എഴുതി വെക്കാം. ഈ എക്സ്പ്രഷനാണ് pk+1 പ്രൂവ് ചെയ്യാൻ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. പ്രൂവ് ദാറ്റ് 2 into 7 raised to n minus 3 into 5 raised to n minus 5 is divisible by 24. ഇവിടെ പ്ലസ് ആണ്. 2 into 7 raised to n plus 3 into 5 raised to n minus 5 is divisible by 24. ഏകദേശം നേരത്തെ ചെയ്ത അതേപോലത്തെ പ്രോബ്ലം ആണ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അല്ലെ. സോ ലെറ്റ് us name it as p of n. പേര് കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പില് നമുക്ക് p of 1 തെളിയിക്കണം. അതിനാദ്യം എന്താണ് p of 1 എന്ന് എഴുതണം. സോ എന്താണ് p of 1 കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത്? p of n നോക്കുക, n-ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. അപ്പൊ ഇവിടെ എന്താ കിട്ടാൻ നോക്കിക്കോളൂ. 2 into 7 raised to 1 plus 3 into 5 raised to 1 minus 5 is divisible by 24. ഇതാണ് p of 1 എന്ന സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് ഇത് ശരിയാണോ എന്ന് അറിയണം. ശരിയാണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്താ അറിയണം? ഈ നമ്പർ എത്രയാണെന്ന് അറിയണം. അപ്പൊ അതിന്റെ വില കാണാൻ നമുക്ക് അത് മാത്രം താഴോട്ട് എടുക്കാം. 2 into 7 raised to 1 plus 3 into 5 raised to 1 minus 5 equal to എത്രയാണെന്ന് നോക്കാം. 7 raised to 1 is 7. So 2 into 7 is 14 plus 3 into 5 is 15 minus 5. അല്ലേ? ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യാം. 14 plus 15 എത്ര കിട്ടും? 29 minus 5. And what is 29 minus 5? That is equal to 24. 24 is divisible by 24. അല്ലേ? So this is divisible by 24. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore p of 1 is true. ഓക്കെ, ഒന്നും കൂടെ പറയാം. p of എന്ന് പേര് കൊടുത്തു. p of 1 എന്താന്ന് എഴുതി. ഈ p of 1 ശരിയാണോ എന്ന് അറിയണമെങ്കിൽ ഈ നമ്പർ എത്രയാണെന്ന് അറിയണം. അപ്പൊ ആ നമ്പർ മാത്രം താഴോട്ട് എടുത്തു. അത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് 24 എന്ന് കിട്ടി. 24നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് p of 1 ശരിയാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ്. ലെറ്റ് p of k be true. ഇനി നമുക്ക് p of k എന്താണെന്ന് എഴുതാം അല്ലെ. സോ വാട്ട് ഈസ് അവർ p of k? p of k കിട്ടാൻ n-ന് പകരം k കൊടുക്കണം. അപ്പൊ എന്താ കിട്ടുക? 2 into 7 raised to k plus 3 into 5 raised to k minus 5 is divisible by 24. ഈ നമ്പറിനെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിപ്പോ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി നോക്കൂ, നേരത്തെ ചെയ്ത പോലെ ഈ നമ്പറിനെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ നമ്പർ എങ്ങനെയായിരിക്കണം? ഇത് 24ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് ഉപയോഗിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് അതും കൊടുന്ന് എഴുതി വയ്ക്കാം. Then 2 into 7 raised to k plus 3 into 5 raised to k minus 5 can be written as a multiple of 24. നമുക്ക് p എന്ന് എഴുതാനേ നിർത്തിയുള്ളൂ, കൃത്യമായിട്ട് എഴുതാൻ നമുക്ക് അറിയില്ല. അപ്പൊ ഏതോ ഒരു pക്ക് for some value of p അല്ലെങ്കിൽ for some p belongs to n എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിൽ നിന്നും നോക്കൂ. ഇതിൽ നിന്ന് ഇതിലത്തെ ഫസ്റ്റ് ടേം എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഇക്വേഷനിൽ നിന്നും അതിന്റെ ഫസ്റ്റ് ടേമിന്റെ എക്സ്പ്രഷൻ ആണ് അടുത്തയിലേക്ക് ഉപയോഗിക്കാൻ എളുപ്പം. സോ ഫ്രം ഹിയർ വാട്ട് ഈസ് 2 into 7 raised to k? ഇതിൽ നിന്നും 2 into 7 raised to k എന്താ കിട്ടുക? 24p. അത് റൈറ്റ് സൈഡിലുള്ളത്. ഇനി ഈ ടേം അങ്ങോട്ട് പോകണം. അപ്പൊ എന്താവും? -3 into 5 raised to k ആവും. ഇനി -5നെ അങ്ങോട്ട് ആക്കണം. അപ്പൊ അതെന്തായി? +5 ആയി.
ഇതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഉപയോഗിക്കാൻ പോകുന്ന സംഭവം. പി ഓഫ് കെ പ്ലസ് വൺ തെളിയിക്കാൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു കാര്യമാണ്. ഓക്കെ, ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യണം? എന്താണ് പി ഓഫ് കെ പ്ലസ് വൺ, എന്താണ് നമുക്ക് തെളിയിക്കേണ്ടതെന്ന് അറിയണം അല്ലെ? സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് we have to prove p of k plus 1. And what is our p of k plus 1? 2 into 7 raised to k plus 1. N pagara k plus 1 plus 3 into 5 raised to k plus 1. N pagara k plus 1 minus 5 is divisible by 24. ഈ നമ്പറിനെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്പറിനെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ നമ്പർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ മൾട്ടിപ്പിൾ ഓഫ് 24. അപ്പൊ നമ്മുടെ എയിം എന്താ? ഈ നമ്പർ ഈക്വൽ ടു 24 ഇൻറ്റു എന്നുള്ള ഫോമിൽ കാണിക്കാൻ പറ്റണം അല്ലെ? ഇതേ രീതിയിലാണ് ഈസ് ഡിവിസിബിൾ ബൈ 24 എന്നുള്ളതിന് പകരം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 24 എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഈസ് ഡിവിസിബിൾ ബൈ 24 പകരം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 24 എന്നാണ് ചോദ്യത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ അർത്ഥം എന്താണ്? ഈ നമ്പർ 24 മൾട്ടിപ്പിൾ ആണെന്നായിരിക്കില്ലേ? അപ്പൊ ഇതേ രീതിയിലാണ് മൾട്ടിപ്പിൾ ഓഫ് എന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇനി നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ നമ്പറിനെ മാത്രം ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. 2 into 7 raised to k plus 1 plus 3 into 5 raised to k plus 1 minus 1. ഇതില് നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? 2 into raised to k എന്നുള്ള പാറ്റേണിലുള്ള ടേംസ് വേണം. പ്ലസ് raised to k plus 1 ആണ്. അപ്പൊ മുന്നത്തെ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ചെയ്ത പോലെ എന്ത് വേണം? raised to k plus 1 സ്പ്ലിറ്റ് ആക്കിയിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? ഒന്നാമത്തെ ടേം 2 into 7 raised to k plus 1 can be written as 7 raised to k into 7 raised to 1 plus next term 3 into 5 raised to k plus 1 ne 5 എങ്ങനെ എഴുതാം? 5 raised to k into 5 raised to 1 ഇതിനെയും raised to k ആക്കി. പിന്നെയുള്ള -5 അങ്ങനെ തന്നെ എഴുതി. ഇനി നോക്കൂ, ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? 2 into 7 raised to k യുടെ എക്സ്പ്രഷൻ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നോക്കൂ എന്താ കിട്ടാന്ന്? 24p minus 3 into 5 raised to k plus 5. ഇതാണ് 2 into 7 raised to k യുടെ എക്സ്പ്രഷൻ. പിന്നെ ഈ into 7 അങ്ങനെ തന്നെ ഇറക്കി എഴുതി. ബാക്കിയുള്ളതല്ല അതേപോലെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. 5 into 3 15 into 5 raised to k minus 5. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ബ്രാക്കറ്റ് അങ്ങ് കളയുക. 7 ഇതിന്റെ ഉള്ളിലേക്ക് എടുക്കാം. 7 ഇതിന്റെ ഉള്ളിലേക്ക് എടുക്കാം. അപ്പൊ എന്താ കിട്ടുക? 24p into 7 minus 7 into 3 is 21. So 21 into 5 raised to k plus 7 into 5 is 35 plus ഈ രണ്ട് ടേംസ് അതേപോലെ 15 into 5 raised to k minus 5. അതൊക്കെ അതേപോലെ തന്നെ എടുത്തെഴുതി. ഇനി ഇതെല്ലാം കൂടെ ചേർക്കാൻ പറ്റുന്ന ടേംസിനെ നമുക്ക് ചേർക്കാം. 24p into 7 അങ്ങനെ തന്നെ എഴുതി, ബിക്കോസ് അതിൽ 24 ഉണ്ട്. ഇനി നമുക്ക് ചേർക്കാൻ പറ്റുന്നതാ? -21 into 5 raised to k യും plus 15 into 5 raised to k യും അല്ലെ? അപ്പൊ രണ്ടും കൂടെ ചേർത്താൽ എത്ര 5 raised to k ആയി? -6 into 5 raised to k ആയി. ഈ ടേമും ചേർത്തിട്ടാണ് -6 into 5 raised to k എന്ന് എഴുതിയത്. ഇനി ഏതാ ചേർക്കാൻ പറ്റുന്നത്? +35 ഉം -5 ഉം ചേർന്നാൽ എത്രയായി? +30. അപ്പൊ നമ്മുടെ എയിം എപ്പോഴും ഓർമ്മ വേണം. നമ്മുടെ എയിം എന്താണ്? 24 into എന്നുള്ള ഫോമിൽ ഇതിനെ എഴുതാൻ പറ്റണം അല്ലെ? ഇനിയിപ്പോ ഇതിൽ എന്താ ചെയ്യാൻ പറ്റുക? 24p into 7 എഴുതി. ഈ രണ്ട് ടേമിൽ നിന്നും -6 നമുക്ക് വേണമെങ്കിൽ പുറത്തെടുക്കാം അല്ലെ? ഇവിടെ 6 ഉണ്ട്, 30 6 ഉണ്ടല്ലോ. അപ്പൊ മൈനസ് അടക്കം പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇനി ഈ ടേമിൽ ബാക്കിയുള്ളത് എന്താ? 5 raised to k. പ്ലസിൽ നിന്ന് മൈനസ് പുറത്തെഴുതി. അപ്പൊ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് -6 കഴിഞ്ഞ് ബാക്കി 30 എത്രയുണ്ട്? 5. ഓക്കെ, ഇനി ഇവിടെ 6 ഉള്ളൂ, ഇവിടെ 24 ആയിട്ടില്ല അല്ലെ? അപ്പൊ ഇനി നോക്കൂ, ഈ ടേമില് നേരത്തെ പ്രോബ്ലത്തിൽ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്താണോ ആവശ്യമുള്ളത് 4 നമുക്ക് പുറത്തെടുക്കാൻ പറ്റി.
ഇവിടെ ഈ ടേമിൽ നമുക്ക് 24 കാണുന്നുണ്ട്, പക്ഷെ ഈ ടേമിൽ 24 ഇല്ല, 6 എഴുതും. ഒരു 4ഉം കൂടെ ആ ടേമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിൽ നിന്ന് രണ്ടിനും കൂടെ 24നെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുമായിരുന്നു. ശരിയല്ലേ? അപ്പൊ ഇനി ഈ ടേമിനെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക നോക്കാം. ഇനി k എന്ന് പറയുന്നത് എന്താണ്? k is the representative of a natural number other than 1. എന്തുകൊണ്ട് other than 1 എന്ന് പറയുന്നത്? p of 1 നമ്മൾ വേറെ തന്നെ തെളിയിക്കുന്നുണ്ട്. 1 ഒഴിച്ചുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂട്ടത്തിൽ ഒരെണ്ണമായിട്ടാണ് k നെ വിചാരിക്കുന്നത് ഇൻഡക്ഷൻ മെത്തേഡില്. അപ്പൊ നമുക്ക് k ക്ക് ഒന്ന് 2 കൊടുത്തു നോക്കാം. 1 അല്ലാത്തെന്ന് പറയുമ്പോൾ 2 ആവാലോ. k ക്ക് 2 കൊടുത്താൽ what is the expression for 5 raised to k minus 5? അതെന്താവും? 5 square minus 5 ആവും k ക്ക് 2 കൊടുത്താൽ. And what is that? 25 minus 1 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 20 ആണ് അല്ലെ? 20 എന്തുണ്ട്? 4 ഉണ്ട്. ശരിയല്ലേ? 20 4 into 5 ആണ്. ദാറ്റ് മീൻസ് 20 എന്ന് പറയുന്ന നമ്പറിൽ 4 എന്ന ഫാക്ടർ ഉണ്ട്. ഇനി നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിട്ട് കേക്ക് ഒന്ന് 3 കൊടുത്തു നോക്കാം. അപ്പൊ എന്താ കിട്ടുക? 5 cube minus 5 ആണ് ഈ ടേം അല്ലെ? 5 cube എത്രയാണ്? 125 minus 5. So the value is 120 അല്ലെ? 120 4 ഉണ്ടല്ലോ. ശരിയല്ലേ? 4 into 30 ആണ് 120. ചുരുക്കം പറഞ്ഞാൽ കേക്ക് എന്ത് നാച്ചുറൽ നമ്പർ കൊടുത്താലും 5 raised to k minus 5 എന്ന നമ്പർ എപ്പോഴും 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഈ ഒരു കാര്യം അറിഞ്ഞാൽ മാത്രമേ ഈ പ്രോബ്ലം നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 24p into 7 minus 6 into ഈ നമ്പറിനെ നമുക്ക് 4q എന്ന് റെപ്രസെന്റ് ചെയ്യാം. 4q എന്ന് റെപ്രസെന്റ് ചെയ്യാം. 4 sum q. ഓക്കെ, ഈ നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ആ നമ്പറിന് പകരം നമ്മൾ അതിനെ 4q എന്ന് റെപ്രസെന്റ് ചെയ്തത്. ഇനി നോക്കൂ, 6 into 4 എത്രയാണ്? 24 ആണ്. ഇവിടെയും ഓൾറെഡി ഒരു 24 ഉണ്ട്. അപ്പൊ ഈ രണ്ട് ടേമിൽ നിന്നും ഇനി നമുക്ക് എന്ത് ചെയ്യാം? We can take 24 outside. ബാക്കിയുള്ളത് 7p minus q. എനിവേ ഇതൊരു നമ്പർ ആണ്. പിയും ക്യൂവും ഏതോ നമ്പേഴ്സ് ആണ് സെൻഡ് ചെയ്തത്. സോ ദിസ് ഇസ് എ നമ്പർ ആൻഡ് ദാറ്റ് നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 24. അതായത് നമുക്ക് എന്താണോ തെളിയിക്കേണ്ടത് 2 into 7 raised to k plus 1 plus 3 into 5 raised to k plus 1 minus 5 equal to 24 into 7p minus q means this number is a multiple of 24. So we can say that this is divisible by 24. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 into 7 raised to k plus 1 plus 3 into 5 raised to k plus 1 minus 5 equal to 24 into a number and that is divisible by 24. ഇതാണ് നമ്മളിപ്പോൾ തെളിയിച്ചത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? Therefore p of k plus 1 is true and therefore p of n is true for all natural numbers. Okay. So ഈ ടൈപ്പ് പ്രോബ്ലത്തിന്റെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ p of 1 സാധാരണ പോലെ തന്നെയാണ് ചെയ്യുന്നത്. p of k assume ചെയ്തു. assume ചെയ്തത് is divisible by 24 അല്ലെങ്കിൽ ആ സ്ഥാനത്ത് എന്താണോ അതിൽ നിന്നും എന്താണോ നമ്മുടെ നമ്പർ അതിനെ 24 into p എന്ന് എഴുതി. ഈ പ്രോബ്ലത്തിൽ മുന്നത്തെ പ്രോബ്ലത്തിലാണെങ്കിൽ അതിനനുസരിച്ച് അല്ലെ? ഡിവിസിബിൾ ബൈ 24 എന്നുള്ളതിന് പകരം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 24 എന്നാണെങ്കിലും നമ്മൾ പി കെയുടെ കൂടെ എക്സ്ട്രാ ഒരു സ്റ്റെപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ആ റിസൾട്ടിൽ നമ്മൾ എന്തെടുത്തു? ഫസ്റ്റ് ടേം 2 into 7 raised to k എന്നായിരുന്നു. അത് ഈക്വൽ ടു എന്നുള്ള എക്സ്പ്രഷൻ ആണ് നമ്മൾ ഇവിടെ പി കെ പ്ലസ് 1 പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ടൈപ്പ് എല്ലാ പ്രോബ്ലംസും ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? Consider 10 raised to 2n minus 1 plus 1 is divisible by 11. Verify p of 1 is true and prove the statement by principle of mathematical induction. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണോ നമുക്ക് ഇതാണ് തെളിയിക്കേണ്ടത് അല്ലെ? അതിന് നമുക്ക് pn എന്ന് പേര് കൊടുക്കാം. So first is
let P of n 10 raised to 2n minus 1 plus 1 is divisible by 11. എന്താണോ തെളിയിക്കേണ്ടത് അതിന് നമ്മൾ P of n എന്ന് പേര് കൊടുത്തു. Now നമുക്ക് P of 1 ശരിയാണെന്ന് തെളിയിക്കണം. So next step is എന്താണ് P of 1 എഴുതി നോക്കാം. To get P of 1 we have to substitute n equal to 1 in P of n. So what is the statement? 10 raised to 2 into 1 n ന് പകരം 1 minus 1 plus 1 is divisible by 11. ഇതാണ് P of 1 ന്റെ സ്റ്റേറ്റ്മെന്റ്. Now to know that this statement is true നമുക്ക് എന്തറിയണം? ഈ നമ്പർ എത്രയാണെന്ന് അറിയണം. So നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. 10 raised to 2 into 1 minus 1 plus 1. What is the value? It is 10 raised to 2 minus 1, that is 10 raised to 1 plus 1. And the value is 11. Clearly 11 is divisible by 11. So ഇവിടെ തന്നെ എഴുതിയാൽ മതി divisible by 11. ഈ സംഖ്യ അതിന്റെ വാല്യൂ 11 കിട്ടി. 11നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് തെളിയിച്ചു? Therefore P of 1 is, ഇതാണ് ഇൻഡക്ഷൻ മെത്തേഡിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പേര് കൊടുത്തു, പിന്നെ P of 1 ശരിയാണെന്ന് തെളിയിച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അടുത്ത സ്റ്റെപ്പ് അസംപ്ഷൻ ആണ്. അതായത് ലെറ്റ് P of k be true. അതായത് n equal to k കൊടുത്താൽ എന്താണോ തെളിയിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് അത് ശരിയാണെന്ന് അസ്യൂം ചെയ്യാം. സോ വാട്ട് ഈസ് അവർ P of k? എന്താണ് P of k എന്ന് കൂടെ എഴുതി വെക്കാം. 10 raised to 2k minus 1 n പകരം k plus 1 is divisible by 11. ഇതാണ് നമ്മൾ ശരിയാണെന്ന് അസ്യൂം ചെയ്യുന്ന റിസൾട്ട്. ഓക്കെ, ഇനി നോക്കൂ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ്? ഈ നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് അവർ അസംപ്ഷൻ. സോ when it is possible to divide this number by 11, അപ്പോൾ ഈ നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ നമ്പർ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. സോ ലെറ്റ് us assume that ഇതിന്റെ കൂടെ തന്നെ ഈ രണ്ടാമത്തെ pk is 2 എന്ന് അസ്യൂം ചെയ്തതിന്റെ കൂടെ തന്നെ then 10 raised to 2k minus 1 plus 1 അതിന്റെ ഫോം എന്തായിരിക്കും? ഇതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ this will be clearly a multiple of 11 for some p. For some value of p, this number is of the form 11p. And from here നമുക്ക് എന്താ എഴുതാൻ പറ്റും? What is 10 raised to 2k minus 1? ഈ എക്സ്പ്രഷൻ നിന്ന് നോക്കാം. This term is equal to e plus 1 അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. So this is equal to 11p minus 1. ഓക്കെ, ഇത് നമ്മൾ അവിടെ കണക്കാക്കി വെക്കാം. ഈ ഒരു നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 11 അല്ലെങ്കിൽ ഒരു നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11, ഈ പാറ്റേണിലുള്ള എല്ലാ ചോദ്യത്തിലും രണ്ടാമത്തെ പാർട്ടിന്റെ കൂടെ അസംപ്ഷൻ ഉള്ള സ്റ്റെപ്പിന്റെ കൂടെ ഇനി ഒരു കാര്യം കൂടെ നമ്മൾ എഴുതി വെക്കും. അടുത്ത സ്റ്റെപ്പ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതി വെക്കുന്നത്. ഓക്കെ, ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പി കെയുടെ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് P of k plus 1 തെളിയിക്കണം. So we have to prove that എന്താ നമുക്ക് തെളിയിക്കേണ്ടത്? P of k plus 1 is true എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ഇത് എഴുതുന്നതിന്റെ കൂടെ എന്താണ് P of k plus 1 കൂടെ എഴുതാം. So what is our P of k plus 1? 10 raised to 2 into k plus 1 n-ന്റെ സ്ഥാനത്ത് k plus 1 minus 1 plus 1 is divisible by 11. We have to prove എന്നാണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് തെളിയിക്കേണ്ടതാണ്, തെളിയിച്ചിട്ടില്ല. എന്താണ് തെളിയിക്കേണ്ടത് എന്നുള്ള ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ എഴുതി വെക്കുന്നത്. ഇനി നമുക്ക് അതൊന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അത് തെളിയിക്കണമെങ്കിൽ നമുക്ക് ഈ നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് തെളിയിക്കേണ്ടത്. ഈ നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താലും മതി? This number is a multiple of 11 എന്ന് പറഞ്ഞാൽ മതി.
ഏത് നമ്പറും 11ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഉറപ്പാണ് അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ അവർ എയിം ഈസ് ടു പ്രൂവ് ദാറ്റ് ദിസ് നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11. അപ്പൊ അത് നമുക്ക് പറ്റുമെന്ന് നോക്കാം. 10 raised to 2 into k plus 1 minus 1 plus 1. ഇതാണ് നമ്മുടെ നമ്പർ. നമുക്ക് ആദ്യം തന്നെ ഈ 2 into k plus 1 എന്നുള്ളതിൽ 2 ഉള്ളിലേക്ക് എടുക്കാം. അപ്പൊ എന്താ കിട്ടുക? 10 raised to 2 into k, that is 2k plus 2 into 1 is 2 minus 1 plus 1 9. ഇനി ഇതില് നമ്മുടെ പി കെയുടെ സ്റ്റേറ്റ്മെന്റിൽ ഏത് ടേമാണ് വരുന്നത്? 10 raised to 2k minus 1 എന്നുള്ള ടേമാണ് വരുന്നത്. അപ്പൊ ഇതിൽ നിന്നും 10 raised to 2k minus 1 നമുക്കൊന്ന് വേർതിരിക്കാം, എന്നാലേ ഈ സ്റ്റെപ്പ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ക്യാൻ റീറൈറ്റ് ദിസ് ആസ് 10 raised to 2k കഴിഞ്ഞിട്ട് ഈ ടേം എഴുതി -1, പിന്നുള്ളത് എന്താ? +2 ആണ്. +1 എന്ന് മാറ്റി എഴുതാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി. Now again ഇതിനെ നമുക്ക് രണ്ട് ടേം ആക്കാം. എങ്ങനെ? 10 raised to 2k minus 1 into 10 square plus 1 എന്ന് മാറ്റി എഴുതാം യൂസിങ് ദ റൂൾ ഓഫ് എക്സ്പോണൻസ്. ഇനി എന്താ ചെയ്യാൻ പറ്റുക? 10 raised to 2k minus 1 എന്നൊരു പാർട്ട് കിട്ടി. Now from the assumption step, what is 10 raised to 2k minus 1? It is 11p minus 1. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So this is equal to ഈ ടേമിന് പകരം 11p minus 1 എഴുതി 10 raised to 2k minus 1 പകരം into 10 square plus 1. ഇനി എന്ത് ചെയ്യണം? ഇനി ചെയ്യേണ്ടത് ഈ 10 സ്ക്വയറിന്റെ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് എടുത്തു നോക്കാം. അപ്പൊ എന്താ കിട്ടുക? 11p into 10 square minus 1 into 10 square, that is minus 10 square. പിന്നെ അവിടെയുള്ള +1നെ ഇറക്കി എഴുതി. സോ ഇതിൽ ഓൾറെഡി നമുക്ക് 11 കിട്ടി. ലെറ്റ് us combine these two terms. So what is the result? 11p into 10 square minus 100 plus 1. So the result is minus 99. 99ൽ നമുക്കറിയാം 11 ഉണ്ട്. 11 into 9 ആണ് 99. അപ്പൊ ഈ ടേമിൽ 11 ഉണ്ട്, ഈ ടേമിൽ 11 ഉണ്ട്. So let us take 11 outside. From this 11 പുറത്ത് വന്നാൽ ബാക്കി എന്താണത്? 100p. ഇതിൽ നിന്ന് 11 പുറത്ത് വന്നാൽ -9. Anyway 11 into ഒരു സംഖ്യയാണ്. So clearly this number is a multiple of 11. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ എഴുതാം? divisible by 11 ആണെന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റെപ്പിന്റെയും ലാസ്റ്റ് പാർട്ടിൽ എത്തി. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പിൽ എന്താ തെളിയിച്ചത്? therefore p of k plus 1 is true എന്ന് തെളിയിച്ചു. ഓക്കെ, ഇനി p of k plus 1 ശരിയായാൽ what is the common conclusion? therefore pn is true for all natural numbers. അതിന് പകരം for all n belongs to capital N എഴുതിയാലും മതി. അടുത്ത ചോദ്യം, consider the statement n into n plus 1 into 2n plus 1 is divisible by 6. ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ, വെരിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ഫോർ n equal to 2. അടുത്തത്, by assuming p of k is true for all k belongs to capital N, that means for all natural numbers k, verify that p of k plus 1 is true. ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യം വെരിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ഫോർ n equal to 2 എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിന് പേര് കൊടുക്കണം അല്ലേ? സോ ആദ്യത്തെ ക്വസ്റ്റിന്റെ പാർട്ടായിട്ട് ലെറ്റ് p of n, എന്താ നമ്മുടെ p of n? n into n plus 1 into 2n plus 1 is divisible by 6. നമ്മൾ സ്റ്റേറ്റ്മെന്റിന് പേര് കൊടുത്തു. ഇനി നമുക്ക് n equal to 2 തെളിയിക്കേണ്ടത്. ദാറ്റ് മീൻസ് p of 2 ശരിയാണോ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. സോ ലെറ്റ് us write p of 2. What is p of 2? 2 into 2 plus 1 into 2 into 2 plus 1, n-ന്റെ സ്ഥാനത്ത് 2, is divisible by 6. ഇതാണ് p of 2 എന്ന സ്റ്റേറ്റ്മെന്റ്. Now we have to verify this അല്ലേ? അപ്പൊ നമുക്ക് എന്തറിയണം? ഈ പെർട്ടിക്കുലർ നമ്പർ എന്താണെന്ന് അറിഞ്ഞാലാണ് അതിനെ divisible by 6 ആണോ എന്ന് പറയാൻ പറ്റുക. So let us check what is the value of this part. അപ്പോൾ 2 into 2 plus 1 into
2 into 2 plus 1 equal to, ഇത് എത്രയെന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്താ അത് വരിക? 2 into 2 plus 1 is 3 into 2 into 2 plus 1, that is 4 plus 1, that is 5. Now what is the value of this? 5 into 3, 15, 15 into 2, 30. അല്ലേ? 30യും 6ഉം തമ്മിൽ നോക്കൂ. 30 is clearly divisible by 6. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എഴുതാം divisible by 6. അപ്പോൾ ഈ നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ തെളിയിച്ചു. ബിക്കോസ് ദാറ്റ് നമ്പർ ഈസ് 30. അപ്പോൾ നമ്മൾ എന്ത് തെളിയിച്ചു? Therefore P of 2 is true. ഇനി ക്വസ്റ്റ്യനിൽ തന്ന പാറ്റേണിൽ വേണമെങ്കിൽ എഴുതാം. ദാറ്റ് ഈസ് എന്താ അതിൻ്റെ അർത്ഥം? ദ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ P of n is true for n equal to 2. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. So that is the answer of the first sub question. ഇനി നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് രണ്ടാമത്തേൽ പറഞ്ഞിട്ടുള്ളത്? By assuming P of k is true, verify that P of k plus 1 is true. അപ്പോൾ നമുക്ക് ആദ്യം P of k assume ചെയ്യാം. എന്താണ് P of k? Let P of k be true. ഇനി P of k എന്താണെന്ന് എഴുതി വയ്ക്കാം. n equal to k കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? k into k plus 1 into 2k plus 1 is divisible by 6. അല്ലേ? ഈ നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കൂ, ഈ നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ നമ്പർ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 6. അപ്പൊ നമുക്ക് മുന്നത്തെ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത പോലെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. Then k into k plus 1 into 2k plus 1 equal to, എന്തായിരിക്കും ആ നമ്പറിന്റെ ഫോം? ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം 6p for some number p. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഉപയോഗിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P of k plus 1 is true. So we have to prove P of k plus 1. Now what will be our P of k plus 1? നമുക്ക് അത് എന്താണെന്ന് എഴുതി വയ്ക്കാം. n ന്റെ സ്ഥാനത്ത് k plus 1 ആണ് കൊടുക്കുന്നത്. So k plus 1 into n into എന്നുള്ളതിന് പകരം ഇനി n plus 1 അതെന്താവും? k plus 1 plus 1. Now 2n plus 1 അതെന്താവും? 2 into k plus 1 plus 1. എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, 2 into ബ്രാക്കറ്റിലാണ് k plus 1 is divisible by 6. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. We have to prove. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ ഇത് ശരിയാണോ എന്ന് അറിയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ശരിയാണെന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പർ 6ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കാണിക്കണം. അല്ലെ? അതാണ് നമ്മുടെ. സോ നമുക്ക് ആ നമ്പർ മാത്രം ഇങ്ങോട്ട് എടുക്കാം. k plus 1 into k plus 1 plus 1 into 2 into k plus 1 plus 1. ഇതാണ് നമ്മുടെ നമ്പർ. ഇനി നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. k plus 1 into k plus 1 plus 1 can be written as k plus 2. ഇനി ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ആവശ്യമുള്ളത് എന്താ? 2k plus 1 എന്നുള്ള ടേം ആണ് നമുക്ക് pk അപ്ലൈ ചെയ്യാൻ ആവശ്യം. അല്ലെ? അപ്പൊ ഈ ടേം വരത്തക്ക രീതിയിൽ ഇതിനെ എഴുതാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ 2ന് ഉള്ളിലേക്ക് എടുത്താൽ എന്താ ഉണ്ടാവുക? 2k plus 2 എന്നാണ് വരിക. പ്ലസ് ഇവിടെ ഒരു 1 ഉണ്ട്. ആ 2 plus 1 ചേർക്കണ്ട. നമുക്ക് ആവശ്യം പോലെ 2k plus 1 എന്നുള്ള പാർട്ട് നമുക്ക് ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ എങ്ങനെ? k plus 1 into k plus 2 into 2k plus 1. ആ പ്ലസ് 1 ഇങ്ങോട്ട് എഴുതി എന്നിട്ട് വേണമെങ്കിൽ പ്ലസ് 2 എഴുതാം. അപ്പൊ ഇങ്ങനെ നിൽക്കുന്നു. ഇനി നമ്മുടെ എയിം എന്താ? നമുക്ക് ഇങ്ങനെ ഒരു സാധനത്തിനെ അതിൽ കൺസ്ട്രക്ട് ചെയ്യണം. ഇങ്ങനെ ഒരു പാർട്ട് വന്നാൽ നമുക്ക് അതിന് പകരം 16 എഴുതാം. ഇതാണ് നമ്മുടെ എയിം. അപ്പൊ എങ്ങനെയാണ് ആ പാർട്ട് നമുക്ക് കയ്യിലുള്ള സ്റ്റെപ്പ് വെച്ചിട്ട് ഉണ്ടാക്കേണ്ടത്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ദിസ് ഇസ് ഈക്വൽ ടു, നോക്കൂ, k plus 1 നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ k plus 1 എന്നുള്ള ടേമിനെ നമുക്ക് ഒന്നും ചെയ്യണ്ട. അതാണോ നിൽക്കട്ടെ. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്താ? k plus 1, പിന്നെ ആവശ്യമുള്ളത് k ആണ്, അല്ലെ? പക്ഷെ ഈ k plus 2 ഒരു k എന്നുള്ള പാർട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് k plus 1 ഉം 2k plus 1 plus 2 എന്നുള്ള ടേമും അവിടെ തന്നെ നിർത്തുക. ഈ ടേം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ രണ്ട് ടേമിന്റെ സമ്മാക്കിയിട്ട് എഴുതാം.
അതെങ്ങനെ ചെയ്യാൻ പറ്റുക? കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 പ്ലസ് 2 എഴുതിക്കൂടെ? അതാണ് നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്ന സ്റ്റെപ്പ്. സോ ലെറ്റ് us റൈറ്റ് കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 പ്ലസ് 2 പ്ലസ് ഈ 2വിനെ കൊണ്ട് ഇതിനെയും ഇൻറ്റു ചെയ്തു. സോ 2 ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 പ്ലസ് 2. ഒരു ടേം ആയിരുന്നു, അതിനെ നമ്മുടെ ആവശ്യം അനുസരിച്ച് 2 ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇനി നോക്കൂ, ഈ കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 എന്നുള്ള പാർട്ട് വന്നോ? കെ ഇൻറ്റു കെ പ്ലസ് 1 വന്നു, 2k പ്ലസ് 1 എന്നുള്ള പാർട്ട് എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഭാഗം ഉപയോഗിച്ചുകൊണ്ട് ഈ ടേമിനെ വീണ്ടും 2 ആക്കണം. 2 ആക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? 2k പ്ലസ് 1 എന്നുള്ള പാർട്ട് നമുക്ക് ഒന്നിച്ചെടുക്കണം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? 2k പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 ഓർ k ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 പ്ലസ് k ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു ഇത് ഉപയോഗിച്ച് വീണ്ടും ഇതിനെ 2 ആക്കുന്നു. സോ ലെറ്റ് us റൈറ്റ് k ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 പ്ലസ് k ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2. ഇത് വീണ്ടും 2 ടേമായിട്ട് മാറും. ഇനി തൽക്കാലം നമ്മൾ ഈ ടേമിനെ മാറ്റുന്നില്ല. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ വേണം തീരുമാനിച്ചിട്ട് ഇതിന്റെ കാര്യം നോക്കാം. ഇതിനെ അങ്ങനെ തന്നെ കറക്കി എഴുതാണ്. 2 ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 3 ആക്കി. 2 പ്ലസ് 1 3 ആക്കി. കാരണം ഈ ടേം കൊണ്ടുവരൽ കഴിഞ്ഞാലോ. അപ്പൊ ഇനി ബാക്കിയുള്ളതിനെ നമുക്ക് ചേർത്ത് എഴുതിയിട്ട് നോക്കാം. ഇനി നോക്കൂ, k ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 പകരം നമ്മൾ 6p എന്നുള്ള നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. സോ വി ആർ അപ്ലൈങ് ഹിയർ ദ റിസൾട്ട് ഓഫ് pk. അപ്പൊ ഇത്രയും ഭാഗം 6p ആയി. ഇനിയുള്ളത് ഈ 2 പാർട്ടാണ് അല്ലെ? ഈ 2 പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. 2 കോമൺ ആണ്, k പ്ലസ് 1 കോമൺ ആണ് അല്ലെ? സോ ലെറ്റ് us റൈറ്റ് ടേക്ക് 2 ഇൻറ്റു കെ പ്ലസ് 1 ഔട്ട്സൈഡ്. ബാക്കി ഒന്നാമത്തെ ടേമില് k ആണുള്ളത്. രണ്ടാമത്തെ ടേമിൽ എന്താ ഉള്ളത്? 2 ഇൻറ്റു കെ പ്ലസ് 1 പുറത്തേക്ക് വന്നാൽ രണ്ടാമത്തെ ടേമിൽ ബാക്കി എന്താ ഉള്ളത്? 2k പ്ലസ് 3 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ വീണ്ടും ചേർക്കാം. 6p പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു ഇതെന്താ വരിക? k പ്ലസ് 2k ഈസ് 3k. സോ ഇറ്റ് ഈസ് 3k പ്ലസ് 3. നമ്മുടെ എയിം എന്താണ്? നമുക്ക് 6ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കാണിക്കണം. അതായത് 6നെ പുറത്തെടുത്തിട്ട് 6 ഇൻറ്റു എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റണം. സോ അഗൈൻ 6p പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 1 ഇതിൻ്റെ ഉള്ളിൽ 3 കോമൺ അല്ലെ? അപ്പൊ ബാക്കിയുള്ളത് എന്താ? k പ്ലസ് 1. അപ്പൊ നോക്കൂ, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 2ഉം 3ഉം ഉണ്ട്. ദാറ്റ് മീൻസ് രണ്ടിലും 6 എന്നുള്ള ടേം കോമൺ ആണ്. സോ ടേക്കിംഗ് 6 ഔട്ട്സൈഡ്, ഇവിടെ ബാക്കിയുള്ളത് p ആണ് പ്ലസ് ഇവിടെ ബാക്കി എന്താണുള്ളത്? k പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 ഓർ വി ക്യാൻ റൈറ്റ് k പ്ലസ് 1 ഹോൾ സ്ക്വയർ. എനിവേ ആ നമ്പർ നമ്മൾ k പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 നിന്നാണ് തുടങ്ങിയത്. ആ നമ്പർ 6 ഇൻറ്റു ഒരു പാർട്ട് എന്നുള്ള ഫോമിൽ കിട്ടി. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 6. അപ്പൊ നമ്മൾ എന്ത് തെളിയിച്ചു? therefore p of k plus 1 is true. ഇനി ഇവിടെ p of k plus 1 ശരിയാണെന്ന് തെളിയിക്കാനേ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് കോമൺ കൺക്ലൂഷൻ ഇവിടെ ആവശ്യമില്ല. അപ്പൊ അതൊക്കെ ചോദ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് ചോദിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ആൻസർ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ.